ശ്രദ്ധിച്ചേ, പിശാചിന്റെ ഏറ്റവും വലിയ പരിപാടി നമ്മൾ ചിരിക്കരുത്. എപ്പോഴും നമ്മുടെ മുഖം ഇങ്ങനെ ഗൗരവത്തിൽ നമ്മുടെ ചിരിയെ എടുത്ത് കളയുന്നതാണ് പിശാച്. പക്ഷെ പരിശുദ്ധ ആത്മാവ് നിന്നെ സന്തോഷിപ്പിക്കുന്നവരാണ്. ജീസസ് ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞ് കർത്താവദാസൻ സിർലനറോണ കൂടെ പറഞ്ഞൊരു പദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മേ, യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് പറഞ്ഞ് ഉറക്കെ, യുദ്ധം യഹോവയ്ക്കുള്ളത്, ശക്തിയോടെ, പരാജയം പിശാചിനുള്ളത്, വിജയം നിനക്കുള്ളത്. വല്ലതും പിടികിട്ടിയോ? ഒന്നും പിടികിട്ടില്ലല്ലേ? ഒന്നുകൂടെ ചിന്തിച്ചു നോക്കിയേ. യുദ്ധം യഹോവയ്ക്കുള്ളത്, പരാജയം പിശാചിനുള്ളത്, ഫ്രീ ആയിട്ട് വിജയം നിനക്കുള്ളത്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിലും സ്തോത്രം പറഞ്ഞാണ്. അത് കത്തിവരാച്ചൻ സമയമെടുത്തു. ആമേൻ. എന്ത് നമ്മൾ ഈ മസിൽ പിടിക്കുന്നതിന്റെ കാരണം യുദ്ധം ചെയ്യാൻ നമ്മൾ പോകുന്നതുകൊണ്ട് നമുക്ക് ഈ സന്തോഷം വെളിപ്പെടാം. ആമേ, നിന്റെ യുദ്ധം നീ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ഫ്രീ ആയി ഗാലറിയിൽ ഇരുന്നാൽ മതി. ആമേ, ആമേൻ. വല്ലതും പിടികിട്ടി? ആമേ, ചുമ്മാ യുദ്ധം തമ്പുരാന് വിട്ടുകൊടുത്തിട്ട് ഫ്രീ ആയിട്ട് ഗാലറിയിൽ ഇരുന്നാൽ തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതാ നമ്മൾ യുദ്ധം ചെയ്യാനൊന്നും മെനക്കെടണ്ട. ആമേ, നമ്മൾ ചുമ്മാ ഇരുന്ന് ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കി. ഹല്ലേലൂയ. നമ്മളതിനൊന്നും മെനക്കെടണ്ട. ഞാനിങ്ങനെ പറയാറുണ്ട്, ആമേ, നമ്മൾ ആ ട്രാക്കിനകത്താണെങ്കിൽ നീ ഒന്നിനും ഭാരപ്പെടണ്ട, എല്ലാം നിന്റെ പുറകെ വന്നോളും. ആമേ, ആമേ. ആലപ്പുഴയിൽ നിന്ന് ഞാൻ സാധാരണ കൊല്ലത്തുനിന്ന് ഞാൻ എറണാകുളത്ത് എങ്ങനെയൊക്കെയാലും മാസത്തിൽ 2 തവണയെങ്കിലും ഞാൻ അതുവഴി പോകാറുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ മിക്കവാറും ആരിലൊക്കെ വണ്ടി ഓടിക്കാനൊക്കെ കാണും. വണ്ടിക്കകത്ത് ഞാൻ അപ്പുറത്തെ സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ കൊല്ലത്തുനിന്ന് വണ്ടി വിട്ട് കഴിഞ്ഞാൽ ഉടനെ അടുത്ത് വിടുന്ന ജംഗ്ഷൻ പ്രധാനപ്പെട്ട സ്ഥലം കായംകുളമാണ്. കൊല്ലത്തുനിന്ന് NH കൂടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വണ്ടിക്കകത്തിരുന്ന് യേശുവിൻ നാമത്തിൽ കായംകുളം വെളിപ്പെടട്ടെ, കായംകുളം വെളിപ്പെട്ടെ പറ്റത്തുള്ളൂ, കായംകുളം വെളിപ്പെട്ടെ എന്ന് പറഞ്ഞ് 21 ഉപവാസം ഒന്നും ഞാൻ ആ വണ്ടിക്കകത്തിരുന്ന് എടുക്കേണ്ട. ട്രാക്കിനകത്താണോ കായംകുളം വന്നിരിക്കും? ഉണ്ടെന്നില്ലല്ലോ. ഹല്ലേലൂയ. എന്താ പറ്റി നിങ്ങൾക്ക്? ആമേൻ. ട്രാക്കിനകത്താണോ കായംകുളം വന്നിരിക്കും? ഹല്ലേലൂയ. കായംകുളം കൊണ്ട് കഴിഞ്ഞ ഉടനെ ഉറട്ട ശാസന യേശുവിൻ നാമത്തിൽ കായംകുളം വന്നതിനായി സ്തോത്രം. ആമേൻ. ആലപ്പുഴയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അന്ധകാരത്തെ ശാസിക്കൊന്നും വേണ്ട. ട്രാക്കിനകത്താണോ ആലപ്പുഴ വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ചേർന്ന കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീ ചുമ്മാ ഗാലറി ഇരുന്ന് കളി കാണും സഹോദര. ഹല്ലേലൂയ. ആമേൻ. വിജയം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് നിനക്ക് തന്നിട്ടുണ്ട്. പിന്നെ വെറുതെ ഒരു സന്തോഷമുള്ളത് എന്താന്ന് ചോദിച്ചാൽ, ആലപ്പുഴയ്ക്ക് അടുക്കാറാകുമ്പോൾ ആലപ്പുഴയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കൊരു സന്തോഷമുണ്ട്. ആലപ്പുഴ നമ്മൾ പ്രാർത്ഥിച്ചാണല്ലോ കേട്ടോ. അതുകൊണ്ടൊന്നും അല്ല, നീ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും അല്ല ആലപ്പുഴ. നീ ട്രാക്കിനകത്താകാൻ പ്രാർത്ഥിച്ചാൽ മതി. കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞേ. ആമേൻ. സിമ്പിളാ ക്രിസ്ത്യ ജീവിതം. സിമ്പിളാ പ്രിയരെ. ഇതൊരു പാടുമില്ല. എങ്കിൽ കട്ടിയുള്ളതാ പോ. ഇത് സിമ്പിളാ. എന്റെ ചുമട് 100 ഗ്രാമേ ഉള്ള ആന്റി. സ്വത്രം. എന്റെ ചുമട്, എന്റെ ഭാരം മൃദു, എന്റെ മുഖം മൃദു, എന്റെ ചുമട് ലഘു. അതായത് ഏത് കൊച്ചു കുഞ്ഞിനും എടുക്കായത്. ഈ മോനും എടുക്കാം ക്രിസ്ത്യത്തിന്റെ ചുമട്. 6 അടി പൊക്കമുള്ള എനിക്കും എടുക്കാം. 2 പേർക്ക് ഇത് സിമ്പിൾ ആയിരിക്കും. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ലഘുവായ സാധനം എടുത്ത് കുഴഞ്ഞു പോയ ആൾക്കാരെ. സ്വത്രം കണ്ടിട്ടുണ്ടോ? ഈ മൃദുവായ സംഗതി എടുത്ത് വലഞ്ഞു പോയ കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? പ്രമാണപ്രകാരം എടുത്ത ഇതേപോലെ സുഖം വേറെ ഒന്നുമില്ല. പക്ഷെ നീ വ്യവസ്ഥ വിട്ടാണോ എടുക്കുന്നത്, ഇത് നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. അതിന്റെ പ്രത്യേകത. ഇന്ന് രാത്രി കാര്യങ്ങളെ തട്ടി അല്പസമയം കൂടെ കർത്താവ് സ്തോത്രം പറഞ്ഞു. എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുന്നു. ഒരു വലിയ സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുന്നു. ചുമ്മാ നിന്നുകൊണ്ട് കർത്താവ് നിന്നെ മാനിക്കും. ഒരു ചെറിയ സന്ദേശം എന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ചെറിയ സന്ദേശം ശ്രദ്ധിച്ചേ. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ തോൽക്കുന്നിടം വരെ യേശുവിന് നമ്മെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ പറ്റത്തില്ല. ഹലോ, സത്യോ? യേശുവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മൾ തോൽക്കുന്നിടം വരെ യേശുവിന് നമ്മെ കൊണ്ടൊന്നും ചെയ്യാൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്ലെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചതൊക്കെ കടം മാറാനും ഉണ്ടെന്നില്ലല്ലോ. അതിനകത്ത് 1-2% ഉള്ളൂ അതിനപ്പുറത്ത് ദൈവത്തെ സേവിച്ച്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചതെല്ലാം കടം മാറാനും, രോഗം മാറാനും, ബുദ്ധിമുട്ട് മാറാനും, ദുരിതം മാറാനും ഒക്കെയാ. ഞാൻ ഉൾപ്പെടെ സകലതും ദൈവത്തെ സേവിച്ചു. ഞാനും മാറി നിൽക്കുകയല്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി
ഇതിനപ്പുറത്ത് കുറെ സത്യങ്ങളുണ്ട്. സ്വത്രം 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 സ്വത്രം. നമ്മളിൽ പലരും ആരംഭത്തിൽ തോറ്റത് രോഗശാന്തിയുടെ മുമ്പിലാണ്. നമ്മളിൽ പലരും ആരംഭത്തിൽ തോറ്റത് നിറഞ്ഞ വലയുടെ മുമ്പിലാണ്. നമ്മളിൽ പലരും ആരംഭത്തിൽ തോറ്റത് അത്ഭുതങ്ങൾക്ക് മുമ്പിലാണ്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ നീ അവന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ തോക്കാൻ തുടങ്ങി. ജീസസ് ജീസസ്. ഓ അമ്മാ, ആ സ്നേഹത്തിന് മുമ്പിൽ നീ എന്ന് തോക്കുവോ, അന്ന് മുതൽ ദൈവം നിന്നെ ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടുത്താൻ തുടങ്ങും. ജീസസ്. പിന്നെ നിനക്ക് ആമേൻ വേറെ ഒന്നും വിഷയമല്ലാതാകും. ആമേ, എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഒരു ചെറിയ ദൂത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വായിച്ചേ 2 തീമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ് തോന്നുന്നു. വായിച്ചേ 2 Timothies 2:13. 2 തീമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ ആൻഡിയാ. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയത്തില്ലല്ലോ. വായിച്ചോ. വേറെ ഒന്നും വിശ്വസിച്ചില്ലേലും നിനക്ക് കണ്ണും പൂട്ടി ഇതിനെ വിശ്വസിക്കാം. ഒന്ന് വായിച്ചേ, എല്ലാവരോടും വായിച്ചേ. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയത്തില്ല. ഹലോ, ഈ വചനം വിശ്വസയോഗ്യം. അടുത്തിന്റെ നാളെ തട്ടിട്ട് പറ, ഈ വചനം വിശ്വസിക്കാൻ കൊള്ളാന്ന് പറ. സഹിച്ച എന്തെല്ലാം റൈസൻ തോമസിന് മാറ്റമുണ്ടായാലും, എന്തെല്ലാം റൈസൻ തോമസ് മാറിയാലും തമ്പുരാൻ പറയും, ഞാൻ മാറത്തില്ല, എനിക്ക് മാറാനൊക്കത്തില്ല. കാരണം നീ മനുഷ്യനും ഞാൻ ദൈവമാണ്. ജീസസ്. പിടികിട്ടില്ലെന്നത്. കാരണം നീ മനുഷ്യനും ഞാൻ ദൈവമാണ്. ഹല്ലേലൂയ. കാരണം നീ മനുഷ്യനും ഞാൻ ദൈവമാണ്. നീ മാറുമെന്ന് എനിക്കറിയാം. നീ മാറ്റമുണ്ടായേ പറ്റത്തുള്ളൂ നിനക്ക്. ഹല്ലേലൂയ. എന്നാൽ മാറുന്ന സാഹചര്യത്തിന് നടുവിൽ എന്നും മാറാത്തവനായി ഞാൻ കാണും. നിനക്ക് കണ്ണടച്ചതിനെ വിശ്വസിക്കാം. നിനക്ക് കണ്ണടച്ചതിനെ വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രാർത്ഥന കൊണ്ട്, എന്റെ ജീവിത വിശുദ്ധി കൊണ്ട്, ഞാനും ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ തീവ്രത കൊണ്ട് ഞാൻ ഇവിടം വരെ എത്തി എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരുത്തനെങ്കിലും ഒരു പടയക്കാരൻ ഞാൻ എന്റെ വിശുദ്ധി കൊണ്ട്, മറ്റുള്ളവരെക്കാൾ ഉപരി ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട്. നീ എന്നാ നിന്നായി പറയുന്നത്? എന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ കരുത്തുകൊണ്ട്. നോ, അവൻ മാറാത്തത് കൊണ്ട്. അവൻ മാറാത്തത് കൊണ്ട്. നീ മാറിയതുപോലെ നിന്റെ ദൈവം മാറിയിരുന്നെങ്കിൽ നീ ഇന്ന് ഭൂമിയുടെ പരപ്പിൽ കാണത്തില്ല. നീ മാറിയതുപോലെ നിന്റെ ദൈവം മാറിയിരുന്നെങ്കിൽ നിനക്കിന്ന് ഭൂമിയുടെ മുഖത്ത് ആയുസ് കാണത്തില്ല. ഇന്ന് നീ ആയുസോടെ നിൽക്കുന്നത് നിന്റെ ഒന്നുമല്ല സുഹൃത്തെ, നിന്നെ വിളിച്ചവൻ മാറാത്ത ഒരൊറ്റ കാരണത്താലാണ്. അല്പസമയം നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് അത് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി, എന്റെ ദൈവം എന്നെ നടത്തി, എന്റെ ദൈവം എന്നെ നിർത്തി, എന്റെ ദൈവത്തിന്റെ സംരക്ഷണമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് മുഴുവൻ ബഹുമാനവും കർത്താവിന് കൊടുത്ത് കർത്താവിന് പുകഴ്ച കൊടുത്ത് പറഞ്ഞ്, കർത്താവേ നീ മാറാത്തത് കൊണ്ട്. എന്തുകൊണ്ടാ നിങ്ങൾ പറ, നിങ്ങളെന്താ മിണ്ടത്ത് പറഞ്ഞേ? നമ്മുടെ കഴിവല്ല ആണോ ആണോ? നിങ്ങൾ പ്രാർത്ഥിച്ചാണ് അവിടെ വരെത്തിയേ? അല്ല, എൻ്റെ കൃപയെന്ന് പോലും പറയാൻ നമുക്ക് അർഹതയില്ല. സ്വത്രം. കൃപയെന്ന് പോലും തൊടാൻ നിനക്ക് അർഹതയില്ല. സ്വത്രം. ചുമ്മാ കണ്ണും പൂട്ടി പ്രാപിച്ച് നിന്നാ മതി. ഒന്നും മിണ്ടാതെ തിരിച്ച് നീ നിന്നാ മതി. ഹല്ലേലൂയ.
കർത്താവ് നിന്നെ മാനിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാവിലെ ഈ കൂട്ടം ദൈവസ്നേഹത്തിന് മുമ്പിൽ തോക്കാൻ പോവാ. ആമേൻ. ഇന്ന് രാവിലെ അവർ ദൈവത്തിന്റെ സ്നേഹത്തിന് മുമ്പിൽ അവരുടെ കിരീടം വെച്ച് ദൈവത്തിന് നന്ദി പറയാൻ പോവാ. ഹല്ലേലൂയ. അവർ വേറെ എങ്ങും തോക്കാതെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഇവരെ കൊണ്ട് കെട്ടിയിടാൻ പോകും. ഹല്ലേലൂയ. ചേർന്ന കർത്താവിന്റെ സ്തോത്രം പറഞ്ഞേ. അല്പം കൂടെ അടുത്തേക്ക് പോവാണ്. എനിക്കറിയാം ഇത് ഇന്ന് രാവിലെ നമ്മൾ കരയും, കൂട്ടത്തോട്ടിരുന്ന് കരയും. ആമേൻ. അതെനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് അങ്ങനെ മെസ്സേജ് കേട്ട് കരഞ്ഞ് പ്രസംഗിച്ച് കരഞ്ഞൊക്കെ അങ്ങനെ ഒരു ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, വേദപുസ്തകത്തിൽ 2 വ്യക്തികളെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം. ഒന്ന് പഴയ നിയമത്തിൽ നിന്നും, ഒന്ന് പുതിയ നിയമത്തിൽ നിന്നും. ഈ 2 വ്യക്തികൾ അവിശ്വസ്തതയുടെ കൂമ്പാരത്തിനകത്തു നിന്നും ദൈവം വിളിച്ച ഒരൊറ്റ കാരണത്താൽ ദൈവം കൂടെ കൊണ്ട് നടന്ന് മാനിച്ച കുറെ ജീസസ്. അതിനകത്ത് ഒന്നാമത്തെ ആളുടെ പേര് അബ്രഹാം എന്ന്. എന്ത് പറഞ്ഞ് അബ്രഹാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് വരുന്നൊരു വലിയ പിക്ചറാ. നമുക്ക് വരുന്നൊരു വലിയ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആരും പോയിട്ടില്ലാത്ത ചില ഏറിയ കൂടെ ഞാൻ നിങ്ങളെന്ന് കൊണ്ടുപോകും. പോയിട്ടുണ്ടായിരിക്കാം, പക്ഷേ വളരെ പ്രധാനപ്പെട്ട സംഗതി ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ച്. ഉൽപ്പത്തി 17:1. പെട്ടെന്ന് അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് മതി. ശ്രദ്ധിച്ചേ. ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ ഇനി ഒരു 5-6 മിനിറ്റ് തന്നെ ശ്രദ്ധിച്ചിരുന്നാലും ഞാൻ ഈ പറയുന്ന കാര്യം പിടികിട്ടത്തുള്ളൂ. അബ്രഹാമിന്റെ ജീവിതത്തിലെ 4 പ്രധാനപ്പെട്ട വയസ്സുകൾ വേദപുസ്തകം എഴുതിയിട്ടുണ്ട്. 4 പ്രധാനപ്പെട്ട വയസ്സുകൾ. ഒന്ന്, അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അവന് 75 വയസ്സായിരുന്നു. 16-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അബ്രഹാമിന് ഹാഗാറിൽ ഇസ്മായേൽ ജനിക്കുമ്പോൾ അവന് 86 വയസ്സായിരുന്നു. 17-ാം അധ്യായത്തിൽ പറയുന്നു ആ പുള്ളിക്ക് ഇപ്പോൾ 99 വയസ്സായി. ഹലോ. 24-ാം അധ്യായത്തിൽ പറഞ്ഞവൻ 175 വയസ്സുള്ളവനായി മരിച്ചു. ഒരു തമാശയ്ക്ക് വേണ്ടിയാണോ സഹിച്ച ഈ 4 വയസ്സ് വേദവസ്തു എഴുതിയിരിക്കുന്നത്? ഒന്നും എഴുതാനില്ലാത്തപ്പോ അബ്രഹാമിന് 99 വയസ്സാണ് എഴുതിയാണോ? എന്തെന്ന് പറ്റി? എന്താ പറ്റിയവരെല്ലാം മിണ്ടായിരിക്കുന്നത്? എന്താ ഒന്നും മിണ്ടാനില്ലായിരിക്കുമ്പോ അവനിപ്പോ 170 വയസ്സ് അങ്ങനെ എഴുതിയാണോ? അല്ല. ഈ 4 വർഷത്തിനിടയിലും, ഈ 4 സംഭവങ്ങൾക്കിടയിലും എന്തൊക്കെയോ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റുകൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. സുഹൃത്തെ, ഇന്ന് രാവിലെ ഡേറ്റുകൾ നേരത്തെ ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ ജീവിതത്തിലെ ഓരോ ഡേറ്റും ദൈവത്തിന് അറിയാം. ഉണ്ടെന്നില്ലല്ലോ. ക്രിസ്തീയ ജീവിതത്തിൽ എനിക്കറിയാവുന്ന ഡേറ്റ്, ഞാൻ രക്ഷിക്കപ്പെട്ട ഡേറ്റ്, ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങിയ ഡേറ്റ്, ഞാൻ അഭിഷേകം പ്രാപിച്ച ഡേറ്റ്, തമ്പുരാൻ പറഞ്ഞു അത് മാത്രം നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ നീ തോറ്റ ഡേറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. സൂത്രം പോയല്ലോ. അത് നിനക്കത് ഓർമ്മയില്ലെങ്കിൽ എനിക്കത് ഓർമ്മയുണ്ട്. സ്വത്രം. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, നിന്റെ കല്യാണ തീയതി, നിന്റെ കുഞ്ഞിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഇത് നിന്റെ ഡയറിയിൽ ഉള്ളതെങ്കിലും തമ്പുരാന്റെ കൈക്കകത്ത് ഇതിനപ്പുറത്ത് കുറെ ഡേറ്റുകൾ അറിയാം. ആമേൻ. അത് നീ മറന്നുപോയെങ്കിലും തമ്പുരാൻ മറന്നിട്ടില്ല. ഹല്ലേലൂയ. പിന്നെ ഒത്തിരി ഒന്നും കളിക്കാതെ നിന്ന് ആ ഡേറ്റ് ആരെയും കാണിക്കത്തില്ല. ഹല്ലേലൂയ. മിണ്ടുന്നില്ലല്ലോ ആരും. ആമേൻ. ഒത്തിരി ഒന്നും ജാടയൊന്നും കാണിക്കാതിരുന്ന ഡേറ്റ് ഞാൻ പരസ്യമാക്കത്തില്ല. നീ പറയുന്ന ഡേറ്റ് ഞാൻ ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കും. ആമേൻ. അതല്ലെങ്കിൽ ഞാൻ വേറെ ഡേറ്റോടെ ചിലരെ കാണിക്കും. നിന്റെ മുഴുവൻ അഡ്രസ്സും പോവുകയും ചെയ്യും. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പേടിച്ചവരാമേൻ പറയാൻ തുടങ്ങി. ആമേ. ഇല്ല പ്രിയപ്പെട്ടത്, നമ്മുടെ ദൈവം വേറെ ഒരാളാ. ആമേ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളൊന്നും അല്ല ദൈവം. ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ പേര് സ്നേഹമെന്ന. എന്താന്ന് പറഞ്ഞേ? ആമേൻ. അവൻ നിന്നെ തോൽപ്പിക്കുന്നത് ക്യാൻസർ തന്നിട്ടല്ല. അവൻ നിന്നെ തോൽപ്പിക്കുന്നത് ട്യൂബർ തന്നിട്ടല്ല. അവൻ നിന്നെ തോൽപ്പിക്കുന്നത് നിന്റെ ബിസിനസിനെ തകർത്തിട്ടല്ല. അവൻ നിന്നെ അവൻ തോൽപ്പിക്കുന്നത് അവൻ ആ തകർച്ചകൾക്ക് നടുവിൽ കൂടെ പോകുമ്പോഴും പിന്നെയും അവൻ നിന്നെ സ്നേഹിച്ചു തോൽപ്പിക്കും. ആമേൻ. എത്ര പേർക്ക് പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പണ്ടാരോ പറഞ്ഞതുപോലെ ആമേൻ, നീ ദൈവത്തെ സേവിച്ചില്ലെങ്കിൽ ക്യാൻസർ വരുന്നോ? അങ്ങനെ ഒരു ദൈവത്തെ അല്ല ഞാൻ കണ്ടത്. അങ്ങനെ ആയിരുന്നെങ്കിൽ റൈസനെ ക്യാൻസർ തന്ന് തോൽപ്പിക്കണമായിരുന്നെങ്കിൽ റൈസൻ പണ്ടേ തോൽക്കണമായിരുന്നു. ഹല്ലേലൂയ. ഒരു ട്യൂമർ തന്ന് നിന്നെ തോൽപ്പിക്കണമെങ്കിൽ നീ പണ്ടേ തോൽക്കണമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു ക്യാൻസർ തന്ന് തോൽപ്പിക്കുന്നവനല്ല, ട്യൂമർ തന്ന് തോൽപ്പിക്കുന്നവനല്ല. അവൻ നിന്നെ വീണ്ടും സ്നേഹിച്ചു തോൽപ്പിക്കും. അവസാനം നീ സ്നേഹത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കും. രക്തം ജയം. കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞേ.
ഹല്ലേലൂയ. കരങ്ങളെ ചേർത്ത് തട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ്. ഓ ആമേൻ. ഇനി അബ്രഹാമിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ, അബ്രഹാമിന്റെ ജീവിതത്തിലെ ഡേറ്റുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്തായിരുന്നു അബ്രഹാം ഈ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ്? 1, അബ്രഹാം ഇറങ്ങിയ ഡേറ്റ്. 2, ഹാഗാറിൽ ഇസ്മായേൽ ജനിച്ച ഡേറ്റ്. 3, ദൈവം വീണ്ടും പ്രത്യക്ഷപ്പെട്ട ഡേറ്റ്. 4, അബ്രഹാം മരിച്ച ഡേറ്റ്. ആമേൻ. സാധാരണ അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ പറയാറുള്ള പദമുണ്ട്, 25 വർഷങ്ങൾ കൊണ്ട് അബ്രഹാം വാഗ്ദത്തം പ്രാപിച്ചത്. അതായത് 75-ാമത്തെ വയസ്സ് മുതൽ 99-ാമത്തെ വയസ്സ് വരെ. ശ്രദ്ധിച്ച് കേട്ടോണം, ഇതൊരു കണക്കാണ്. 75-ാമത്തെ വയസ്സ് മുതൽ 99-ാമത്തെ വയസ്സ് വരെ അബ്രഹാം വാഗ്ദത്തം പ്രാപിക്കുന്നതിന് വരെയുള്ള ആ 24 കൊല്ലം. ആമേൻ. ആ 24 കൊല്ലത്തെ രണ്ടായിട്ടൊന്ന് ഇരിക്കാം നമുക്ക്. 75 മുതൽ 86 വരെ, 86 മുതൽ 99 വരെ. ഏതോസം പറഞ്ഞിരിക്കുന്ന കണക്കാണ്. ശ്രദ്ധിച്ച് കേട്ടോണം, ഭയങ്കര ദൂത് അതിനകത്തുണ്ട്. 75 മുതൽ 86 വരെ. എത്ര വർഷമുണ്ട്? 75 മുതൽ 86 വരെ എന്ന് പറഞ്ഞ് എത്ര? 11. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 16-ാം അധ്യായത്തിന്റെ അവസാനം വരെയുള്ള 5 അധ്യായങ്ങൾ ഈ 11 വർഷത്തിന്റെ ചരിത്രം പറയാൻ എഴുതിയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ 11 വർഷത്തിന്റെ ചരിത്രം വിശാലമായി എഴുതി. അബ്രഹാമേ, ഞാൻ നിന്റെ പരിച, ഞാൻ നിന്റെ പ്രതിഫലം, ഞാൻ നിന്റെ ഓഹരി, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. പ്രിയരെ, നമ്മുടെ നാട്ടിലെ വീട്ടിൽ നമ്മൾ കിടന്നിറങ്ങുമ്പോൾ പാലുകാരന്റെ ശബ്ദവും പത്രക്കാരന്റെ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ എഴുന്നതെങ്കിൽ, അബ്രഹാമിന്റെ വീട്ടിൽ അബ്രഹാം എഴുന്നേറ്റ് ദൂതൻ തട്ടി ഉണർത്തി വീടാ. പാപ്പന്റെ മോനല്ല അബ്രഹാം വിരുന്ന് കൊടുത്തത്. ഹല്ലേലൂയ. ദൂതന്മാർക്ക് ആഹാരം വിളമ്പിയ വീടാത്. ആമേൻ. വല്ലതും പിടികിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം മുതൽ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം വരെ ഒരു 11 വർഷത്തിന്റെ ചരിത്രം ദീർഘമായി എഴുതി. ഇപ്പോൾ പറയുന്നു, അബ്രഹാമിന് ഹാഗാറിൽ ഇസ്മായേൽ ജനിച്ചപ്പോൾ അവന് 86 വയസ്സായിരുന്നു. 86ന്റെ ചരിത്രം പറഞ്ഞ് 16-ാം അധ്യായം നിർത്തി. 17-ാം അധ്യായം തുടങ്ങുന്നത് ഇപ്പോഴവന് 99 വയസ്സായി. 86-നും 99-നും ഇടയ്ക്ക് എത്ര വർഷമുണ്ട്? 13. നേരത്തെ എത്ര വർഷമുണ്ട്? 11. 11 വർഷത്തിന്റെ ചരിത്രം പറയാൻ 5 അധ്യായം. 86-ൽ നിന്നും 99-ലേക്ക് ഒറ്റ കയറ്റം. ഇതിന്റെ ഇടയിൽ നിനക്ക് എന്ത് പറ്റി? ഇവിടുണ്ടോ എല്ലാരും? എല്ലാ ദിവസവും ദൈവശബ്ദം കേട്ട നീ 87-ാമത്തെ വയസ്സിൽ ദൈവശബ്ദം കേട്ടില്ലേ? കേട്ടിരുന്നെങ്കിൽ എഴുതിയാനേ. എന്ത് പറ്റി നിങ്ങൾക്ക്? 11 വർഷത്തിന്റെ ചരിത്രം വിശദമായി എഴുതിയിട്ട് 13 വർഷത്തിന്റെ ചരിത്രം ഒറ്റ അധ്യായത്തിനിടയിൽ മിസ്സിംഗ്. പിടികിട്ടുന്നു. 13 വർഷം മിസ്സിംഗ്. ഇപ്പൊ ആ പുള്ളിക്ക് 99 വയസ്സായി. എന്റെ ചോദ്യം, കഴിഞ്ഞ 13 വർഷം നീ ദൈവശബ്ദം കേട്ടില്ലേ? നീ ദൈവത്തെ ആരാധിച്ചില്ലേ? നീ യാഗപീഠം പണിതില്ലേ? പണിരുന്നെങ്കിൽ എഴുതിയാനെ. 2 അധ്യായത്തിന്റെ ഗ്യാപ്പിൽ ദൈവം മറച്ചു വച്ചിരിക്കുന്ന 13 വർഷം. ഞാൻ ചോദിച്ചു, അബ്രഹാമേ, എന്നാ ദൈവശബ്ദം നിലച്ചുപോയെ? എന്നാ നിന്റെ വീട്ടിൽ പതിവായി വന്ന ദൂതന്റെ വരവ് നിന്നേ? എന്താ ഈ 13 വർഷം മിസ്സായി പോയേ? അബ്രഹാം എന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു, ബ്രദറേ, എന്ന് ഞാൻ വാഗ്ദത്തത്തിന് വേണ്ടി കുറുക്കു വഴി തേടി ഹാഗാറിന്റെ വീട്ടിൽ കയറിയോ? എന്ന് ഹാഗാറിൽ എനിക്ക് ഇസ്മായേൽ ജനിച്ചോ? മിസ്സിംഗ്.
എന്നിട്ടൊരു കാര്യം കൂടെ ചോദിച്ചു. 25 വർഷത്തെ ചരിത്രത്തിനിടയിൽ നീ ദൈവശബ്ദം കേട്ട വർഷം 11, ദൈവശബ്ദം കേൾക്കാത്ത വർഷം 13. ഞാൻ ചോദിച്ചു, നീ കൃപയിൽ നിന്ന വർഷമാണോ കൃപയിൽ നിൽക്കാത്ത വർഷമാണോ കൂടുതൽ? സഹോദരി, നീ പ്രാർത്ഥിച്ച ദിവസമാണോ പ്രാർത്ഥിക്കാത്ത ദിവസമാണോ കൂടുതൽ? നീ വാശിയോടെ ദൈവത്തിന് വേണ്ടി നിന്ന ദിവസമാണോ നീ തകർന്നടിഞ്ഞ ദിവസമാണോ കൂടുതൽ? ഇത് പറ്റി എല്ലാവർക്കും. രണ്ടും കൂടുന്ന രാത്രി ഒരു ത്രാസിൽ വെച്ചാൽ നിശ്ചയം ഞാൻ എന്നെയും തകർന്ന ദിവസങ്ങളാ കൂടുതൽ. അതിൻ്റെ ഇടയിൽ ഓർത്തിരിക്കത്തക്കവണ്ണം ഒരു രക്ഷിക്കപ്പെട്ട ഡേറ്റ് ഉണ്ടെന്നെല്ലാവരും. അതിനിടയിൽ ഓർത്തിരിക്കത്തക്കവണ്ണം ഒരു അഭിഷേകത്തിന്റെ ഡേറ്റ്, അതിൻ്റെ ഇടയിൽ ഓർത്തിരിക്കത്തക്കവണ്ണം ഒരു പ്രൊമോഷന്റെ ഡേറ്റ്. ഇതുപറ്റി എല്ലാവർക്കും പ്രതികരിച്ച് സഭ പ്രതികരിച്ച് സഭ പ്രതികരിച്ച് സഭ പ്രതികരിച്ച് സഭ പ്രതികരിച്ച് സഭ പ്രതികരിച്ച് സഭ പ്രതികരിച്ച് ഗൗരവത്തോടെ ഇന്ന് പകൽ നീ ദൈവത്തെ സേവിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർത്തോണം. ഹല്ലേലൂയ. ഞാനും നീയും തകർന്ന അധ്യായങ്ങളിലെ ചരിത്രമാണ് നീ കൂടുതൽ കിടക്കുന്നേ. എന്നാലും ഇന്ന് രാവിലെ ദൈവം ദൂത് പറയും, ആമേൻ, അബ്രഹാമേ, ഇതെല്ലാം ഉണ്ടെന്നറിഞ്ഞിട്ടാ ഞാൻ നിന്നെ വിളിച്ചേ. ഹല്ലേലൂയ. നിനക്ക് ഹാഗാറിനെ കാണുമ്പോൾ വേറൊരു മുഖമാ, ഇസഹാക്ക് ഇസ്മായിൽ ജനിക്കുമ്പോൾ നിനക്കൊരു വേറൊരു മുഖമാ. ഇതെല്ലാം എനിക്കറിയാം അബ്രഹാമേ, ഇതെല്ലാം കണ്ടിട്ടാ ഞാൻ നിന്നെ വിളിച്ചേ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയും, ആമേൻ, നീ മാറിയാലും നീ അവിശ്വസ്തനായി തീർന്നാലും എനിക്കെന്റെ വിശ്വസ്തത മാറ്റാൻ ഒക്കത്തില്ല. എനിക്കെന്റെ വിശ്വസ്തത മാറ്റാൻ ഒക്കത്തില്ല. കാരണം നീ മനുഷ്യൻ, ഞാൻ ദൈവം. ഒരു ഘനമേറിയ അഭിഷേകം ഇന്ന് രാവിലെ ചിലതിന്റെ മേൽ ഇറങ്ങി വരുന്നു. നാളുകളായി നിന്റെ ഹൃദയത്തിനകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നിനക്ക് നിൽക്കാൻ പറ്റാത്തൊരു ഏറിയയിൽ ആമേൻ ഇന്ന് രാവിലെ ബന്ധത്തെ യഥാസ്ഥാനപ്പെടുത്തി ഒരു നിയോഗത്തിലേക്ക് വീണ്ടും നിന്നെ പിടിച്ചു കയറ്റി അഭിഷേകത്തിന്റെ പുതപ്പ് ഒരിക്കൽ കൂടെ ഇന്ന് പകൽ നിന്റെ മേൽ ഇട്ട് ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ തൊടുകയാണ്. ഈ പ്രഭാതത്തിൽ ആത്മാവിൽ പ്രതികരിച്ച് പരിശുദ്ധ ആത്മാവ് നിന്നെ സ്പർശിക്കട്ടെ. യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ. പൈശാചികന്റെ മുഴുവൻ മണ്ഡലത്തിനകത്തുനിന്ന് ഇന്ന് രാവിലെ ദൈവം ചിലതിനെ പിടിച്ചിറക്കി ഒരു അധികാരം ഇന്ന് രാത്രി ചിലതിന്റെ മേൽ പകർന്ന് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുക. ആ സഹോദരിയുടെ മേൽ ഒരു വലിയ ഡെലിവറൻസ് നടക്കുന്നു. പരിശുദ്ധ ആത്മാവ് ചിലതിനെ തൊടുന്നു. മറക്കരുത്, നീ തോറ്റ ഡേറ്റുകൾ ദൈവത്തിന് അറിയാം. നിന്റെ കലണ്ടറിൽ വിജയിച്ച ഡേറ്റ് ഉള്ളെങ്കിൽ ദൈവത്തിന്റെ കലണ്ടറിൽ ചുമന്ന മഷി കൊണ്ടെഴുതിയിട്ടുണ്ട്, നീ തോറ്റ ഡേറ്റ്. എന്ത് പറ്റിയല്ല സഹോദരന്മാർക്ക്? എന്ത് പറ്റി? പ്രാർത്ഥിച്ച് പരിശുദ്ധയോട് സംസാരിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ അനുഭവിക്കുന്നു. കർത്താവിന്റെ മഹത്വം ഇന്ന് രാവിലെ അനുഭവിക്കുന്നു. 13 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് മനസ്സിലായി ദൈവവും അബ്രഹാമും തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുക. സഹിച്ച ഹല്ലേലൂയ. 13 വർഷമായി ഇവനെ ആരാധിക്കാൻ പോയിട്ട് 13 വർഷമായി ഇവൻ വേണ്ടും പോലെ ഒരു യാഗപീഠം പണിതിട്ട് മിസ്സിംഗ് 13 വർഷങ്ങൾ. ഹല്ലേലൂയ. ഇപ്പോഴവനാ ഈ ഹാഗാറിന്റെ വീടിന്റെ പരിസരത്ത് ഒതുങ്ങിപ്പോകുക. ആമേൻ. നിയോഗമുള്ളവനെ ഒതുക്കുന്ന ചില വീടുകൾ. ഹല്ലേലൂയ. ആമേൻ. അഭിഷേകമുള്ളവനെ ഒതുക്കുന്ന ചില ഏറിയകൾ. എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്കറിയത്തില്ല.
വാഗ്ദത്തമുള്ളവനെ തളച്ചിടുന്ന ചില ഏറിയാകൾ ദൈവത്തിന് മനസ്സിലായി. ആമേൻ. അബ്രഹാം ഇനി എന്റെ അടുക്കൽ വരത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കി ദൂത്. അബ്രഹാം ഇനി എന്റെ അടുക്കൽ വരത്തില്ല. ദിവസങ്ങൾ കഴിയുന്തോറും അവൻ എന്നിൽ നിന്നും അകന്നു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പക്ഷെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഞാൻ അവനെ പിടിച്ചിറക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു ദൂത്, ഞാൻ നിന്നെ ഇശ്മായേലിന്റെ അപ്പനാക്കാമെന്നല്ല പറഞ്ഞത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കാമെന്ന് പറഞ്ഞ്, ഞാൻ നിന്നെ നേഷന്റെ പിതാവാക്കാമ. പ്രാപിക്കുന്ന രാവിലെ ദൈവ സാന്നിധ്യത്തിന്റെ കരുത്തിന് രാവിലെ അനുഭവിച്ച് ഇന്ന് മക സഭ പ്രാർത്ഥിച്ച് ജീസസ് നിന്നെ വിളിച്ചിറക്കുമ്പോൾ ഒരു മോനെ തരാമെന്നല്ലേ പറഞ്ഞത്. അവൻ നിന്നെ വിളിച്ചിറക്കി പറഞ്ഞൊരു പദമില്ലേ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തരാമെന്ന് പറഞ്ഞ് നിന്നെ പിടിച്ചു നിർത്തി പറഞ്ഞ പദമില്ലേ, കടൽ തിരയിലെ കടക്കരയിലെ മണത്തരി പോലെ തരാമെന്ന് പറഞ്ഞ് 13 വർഷത്തിന്റെ സമ്പാദ്യം ഇശ്മായേലിന്റെ അപ്പൻ. Holy Spirit. Thank you, Holy Spirit. അബ്രഹാമിന് മനസ്സിലായി, ദൈവത്തിന് മനസ്സിലായി, അബ്രഹാം വരത്തില്ല. സഹിച്ച അബ്രഹാം വരത്തില്ല. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, അവൻ വരുന്നത് നോക്കി നിന്നാൽ എനിക്ക് അവനെ പ്രയോജനപ്പെടുത്താൻ ഒക്കത്തില്ല. അവൻ വരുന്നത് നോക്കി നിന്നാൽ എനിക്ക് അവനെ പ്രയോജനപ്പെടുത്താൻ ഒക്കത്തില്ല. 17-ാം അധ്യായത്തിൽ തമ്പുരാൻ തീരുമാനിച്ചു, അവന്റെ വീട്ടിൽ ഞാൻ ഒന്നുകൂടെ പോകാൻ പോകും, അവനെ കാണാൻ. ആമേൻ. അവനെ കാണാൻ ഞാൻ ഒന്നുകൂടെ ഇറങ്ങി ചെല്ലാൻ പോകുക. ഹല്ലേലൂയ. 13 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തെ തേടിപ്പോയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. ജീസസ്. ഇന്ന് രാവിലെ എന്തിനാ നിന്നെ ഈ ദൂത് കേൾപ്പിക്കുന്നേ? ഇന്ന് രാവിലെ എന്തിനാ ദൈവം നിന്നെ ഈ ദൂതിൽ കൂടെ തൊടുന്നേ? കൊല്ലങ്ങൾ കഴിയുന്തോറും നീയും ദൈവമായിട്ടുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുക. നീ വരത്തില്ലെന്നറിഞ്ഞിട്ട് ഈ രാവിലെ ദൈവം നിനക്കൊന്നുകൂടെ പ്രത്യക്ഷനാവുകയോ, നിന്നെ നിയോഗത്തിലേക്ക് പിടിച്ചു കയറ്റാൻ. ജീസസ്. നീ വരത്തില്ലെന്ന് നന്നായിട്ട് അറിയാം. നീ വരത്തില്ലെന്നറിയാം ദൈവത്തിന്. നീ വരത്തില്ലെന്നറിഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ ദൈവം നിനക്കൊന്ന് പ്രത്യക്ഷനാവുകയാ. ഹല്ലേലൂയ. കാരണം നീ അനുഗ്രഹിക്കപ്പെടേണ്ടത് എന്റെ ഉത്തരവാദിത്വം അബ്രഹാമേ. നീ ഉയർത്തപ്പെടേണ്ടത് എന്റെ ഉത്തരവാദിത്വം അബ്രഹാമേ. അവൻ പറഞ്ഞത് ഞാൻ അബ്രഹാമേ. ഞാൻ ഒരിക്കൽ പറഞ്ഞാൽ അതിനെ മാറ്റാൻ ഒക്കത്തില്ല അബ്രഹാമേ. ഞാൻ പറഞ്ഞാൽ അത് ഉവ്വെന്ന അബ്രഹാമേ. ഞാൻ പറഞ്ഞാൽ അത് ആമേൻ എന്ന അബ്രഹാമേ. ഞാൻ പറഞ്ഞപ്പോൾ സൂര്യനുണ്ടായി, ഞാൻ പറഞ്ഞപ്പോൾ ചന്ദ്രനുണ്ടായി. നിന്നെ ഞാൻ മാനിക്കാനിരിക്കുന്ന ഏക കാരണം ഞാൻ പറഞ്ഞപ്പോൾ നീ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞപ്പോൾ നീ ഇറങ്ങി വന്നു. കത്തട്ടെ സൈസ, കത്തട്ടെ. ഈ ദൂത് ഇവിടെ ബോംബ് പോലെ വീണ് പൊട്ടട്ടെ. ഒരു ദൈവസ്നേഹത്തിന്റെ ബോംബ് ഇന്ന് രാവിലെ ഇവിടെ വീഴട്ടെ. ഒരു ദൈവസ്നേഹത്തിന്റെ ബോംബ് ഇന്ന് പകൽ ഇവിടെ വീണ് പൊട്ടട്ടെ. ഹല്ലേലൂയ. എനിക്കറിയാം ഈ പ്രഭാതത്തിൽ ഇവിടെ ചലിക്കുന്നത് എന്തെന്ന് എനിക്കറിയാം. അബ്രഹാമിന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷനായി. സാധാരണ സാധാരണ 13 കൊല്ലം ആരാധനയ്ക്ക് വരാതെ നിങ്ങളെ വല്ലാതെ ദേഷിപ്പിച്ച ഒരു വ്യക്തിയെ റൈസറിരിക്കട്ടെ. ഹല്ലേലൂയ. വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, സൈജാന്റെ മുമ്പിൽ റൈസ വന്ന് നിന്നാൽ സൈജാൻ ചോദിക്കും, നീ എവിടെ ആയിരുന്നടാ? ചോദിക്കത്തില്ലേ? നിനക്ക് എന്ത് പറ്റി? ചോദിക്കത്തില്ലേ? പക്ഷെ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത അതൊന്നും ചോദിക്കത്തില്ല.
എന്റെ ദൈവത്തിന്റെ പ്രത്യേകത അതൊന്നും ചോദിക്കത്തില്ല. അവൻ ചോദ്യം ചോദിച്ച് തന്നെ സങ്കടപ്പെടുത്തത്തില്ല. ഹല്ലേലൂയ. അവൻ അറിയാം അബ്രഹാമേ നീ എവിടായിരുന്നെന്ന്. ആമേൻ. നീ ഒന്നും അങ്ങോട്ട് പറയണ്ട, നീ എവിടായിരുന്നെന്ന് അവൻ അറിയാം. ആമേ. അവൻ നിന്നോട് പറയുന്ന അടുത്ത ദൂതുണ്ട്, നീ എവിടായിരുന്നെന്നല്ല പറയുന്നത്. ഉൽപ്പത്തി 17-ന്റെ 2-ാമത്തെ വാക്യം പെട്ടെന്നിടുവാനെ നമുക്ക് പെട്ടെന്ന് പോകണം. ആമേ. ഉൽപ്പത്തി 17-ന്റെ 2-ാമത്തെ വാക്യത്തിൽ സാധാരണ എവിടെയാണെന്നാ ചോദിക്കണ്ടേ. 1-ാമത്തെ വാക്യം എടുത്തു. 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അനന്തരം അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ എവിടാണെന്നല്ല ചോദിച്ചു. അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. നിനക്ക് എന്ത് പറ്റി എനിക്കറിയണ്ട, നിനക്ക് എവിടെ പരാജയം പറ്റി എനിക്കറിയണ്ട, ഞാൻ ഇവിടെ ഉണ്ടോ സർവശക്തി. നിന്റെ പരാജയങ്ങളെ മായ്ച്ച് കരുത്തുള്ള വരുത്ത്. ജീസസ്, ജീസസ്. ദൂതാർക്ക് പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല, നിനക്ക് പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. നീ തോനെയൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട. ഞാനിവിടെ ഉണ്ട് സഹോദരി, ഞാനിവിടെ ഉണ്ട് സഹോദര. നിനക്ക് പറ്റിയ 13 വർഷത്തിന്റെ ചരിത്രത്തെ ഒറ്റ സെക്കൻഡ് കൊണ്ട് മായ്ച്ച് വീണ്ടും നിയോഗത്തിൽ നിന്നെ പിടിച്ചു നിർത്ത് കരുത്തുള്ള ഞാനിവിടെ ഉണ്ട്. ഒറ്റ കാര്യം പറയത്തുള്ളൂ, ഇനി നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കണം. ഒന്ന് പറഞ്ഞേ. അതിന്റെ അർത്ഥം നീ നടന്നെല്ലാം ഗുരുത്തക്കേടാ. നീ കാണിച്ചെല്ലാം ഞങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് അവിടെ പോകാൻ. ഇനി നടന്ന് മര്യാദയ്ക്ക് നിഷ്കളങ്കനായിരിക്കുക. ഇതിന്റെ പേരാ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സമയം പോയി, ആൾക്കാർ പുറത്തൊന്ന് നിൽക്കുക. അടുത്ത പദം കൂടെ പറയട്ടെ. പാസ്റ്ററെ, എനിക്ക് ആ പദം ഒന്ന് വിശദീകരിക്കണം. ഒന്ന് 5 മിനിറ്റ്. ഇത് യഹോവയായ ദൈവം, ഇത് അബ്രഹാം. അവിശ്വസ്തത കൊണ്ട് തകർന്നടിഞ്ഞ ഒരുത്തന്റെ മേൽ വിശ്വസ്തൻ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുക. സ്തോത്രം. എന്തിനാ പ്രത്യക്ഷപ്പെട്ടെന്നറിയാവോ? നിന്റെ മുഴുവൻ അവിശ്വസ്തതയെയും അവന്റെ വിശ്വസ്തത കൊണ്ട് മൂടാൻ. ജീസസ്. പിടികിട്ടുന്നെന്ന് തോന്നുന്നു. ആമേൻ. 2-ാം വാക്യം എടുത്ത് പെട്ടെന്ന് നിർത്താം. 2-ാം വാക്യം എടുത്ത് പെട്ടെന്ന് നിർത്താൻ പോ. ശ്രദ്ധിച്ചേ. ഇപ്പോഴവൻ പറയുന്നത്, അബ്രഹാമേ, നീ ഒത്തിരി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ എനിക്കും നിനക്കും മധ്യ എന്റെ നിയമം സ്ഥാപിക്കും. ഹല്ലേലൂയ. ആമേൻ. അടുത്ത പദം കേട്ടോ, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. അടുത്ത പദം പെട്ടെന്ന് എടുത്തേ. ഹല്ലേലൂയ. ആ പദമാണ് അബ്രഹാമിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഹല്ലേലൂയ. ആ ഒരു സെന്റൻസ് അബ്രഹാമിനെ വീണ്ടും നിയോഗത്തിലേക്ക് കൊണ്ടുവന്ന് 13 വർഷത്തെ സങ്കടങ്ങൾ അകത്തിട്ട് ഈ വാഗ്ദത്തം കേട്ടപ്പോൾ അവൻ ആ കാലേലോട്ട് സാഷ്ടാംഗം വീണു. ആമേ. ഇന്ന് രാവിലെ ഒരിക്കൽ കൂടെ ആ കാലേലോട്ട് വീഴാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് രാവിലെ അടുത്ത പുതപ്പ് നിന്റെ മേൽ വീഴുക, അടുത്ത പുതപ്പ് നിന്റെ മേൽ വീഴുക. ജീസസ്, ജീസസ്, ജീസസ്. ഇതിന്റെ പേര് ആരാധന, ഇതിന്റെ പേര് ആരാധന. ഓ ജീസസ്, ജീസസ്. അബ്രഹാം സാഷ്ടാംഗം വീണു. അബ്രഹാമേ, ഒരു ദൂത് ഞാൻ പറയാം. ആ കാലേ വീണ ആരുടെയും ചരിത്രം പഴയതുപോലെ ആയിട്ടില്ല. എന്തെല്ലാം തകർച്ച നിനക്കുണ്ടെങ്കിലും ആ കാലേ വീണ ആരുടെയും ചരിത്രം പിന്നെ പഴയതുപോലെ ആയിട്ടില്ല. ഇന്ന് നീ കാലയിലോട്ട് വീണാൽ അബ്രഹാമിനോട് ദൈവം പറയും, കഴിഞ്ഞ 13 വർഷം ഞാൻ ഇനി ആരോടും പറയത്തില്ല. അതെഴുതാൻ ഞാൻ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. അത് ഞാനും നീയും തമ്മിലുള്ള രഹസ്യമായിരിക്കും. അത് ഞാനും നീയും തമ്മിലുള്ള രഹസ്യമായിരിക്കും. ആമേൻ. അത് ഞാനും നീയും തമ്മിലുള്ള രഹസ്യമായിരിക്കും. അത് ഞാൻ ആരോടും പറയത്തില്ല. പറഞ്ഞാൽ നിനക്ക് അഡ്രസ് ഇല്ല അബ്രഹാമേ. അത് പറയിപ്പിക്കാത്ത ദൈവത്തിന് സ്തോത്രം. അത് പറയിപ്പിക്കാത്ത ദൈവത്തിന് സ്തോത്രം. ജീസസ്.
റൈസൻ തോമസ്, നീ രക്ഷിക്കപ്പെട്ട ഡേറ്റ് എല്ലാവരോടും പറഞ്ഞു, നീ ശുശ്രൂഷയ്ക്ക് വന്ന ഡേറ്റ് എല്ലാവരോടും പറഞ്ഞു, മസ്കറ്റിൽ നീ കത്തിയ ഡേറ്റും എല്ലാവരോടും പറഞ്ഞു. പക്ഷെ ഞാൻ തോറ്റ ഡേറ്റ് ആരോടും പറയത്തില്ല. അത് ഞാനും നീയും തമ്മിൽ അങ്ങ് തീർത്തോളാം. ആമേൻ. അത് ഞാനും നീയും തമ്മിൽ അങ്ങ് തീർത്തോളാം. അതിനെ മുതലാക്കാൻ ഒരു പിശാചിനെ ഞാൻ സമ്മതിക്കത്തില്ല. അതിൽ പിടിച്ച് നിന്നെ കുറ്റവിധിക്കാൻ ഒരുത്തരെയും ഞാൻ അനുവദിക്കത്തില്ല. എന്തോ ഡീലിംഗ് ആ ദൈവത്തിന്റെ. ഇതൂത് കേട്ടോണം. 13 വർഷം തകർന്നടിഞ്ഞവനായി പുള്ളി. 13 വർഷം ദൈവം വന്ന് ചെയ്യുന്നത് ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് ആ പുള്ളിയെ മൂടും. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ എല്ലാരും കാണുന്നവർ പറയുന്ന ഒരു പദം, അബ്രഹാമിന്റെ ദൈവം ഭയങ്കര വിശ്വസ്തനാണ്. ജീസസ് ജീസസ്. ആമേൻ. റൈസൻ തോമസിന്റെ ദൈവം ഭയങ്കര വിശ്വസ്തനാ. വർഷം തകർന്നടിഞ്ഞ അബ്രഹാമേ, ഇനി നിന്നെ കാണുന്നവർ നിന്റെ തകർച്ചയല്ല കാണുന്നത്, എന്റെ വിശ്വസ്തത കാണും. അമ്മേ, എന്റെ വിശ്വസ്തത കാണൂ, എന്റെ വിശ്വസ്തത കാണൂ, എന്റെ വിശ്വസ്തത കാണൂ. Come on. Hallelujah. Oh, ആമേൻ. ഇന്ന് രാവിലെ നിന്നെ കാണുന്ന ആരോ പറഞ്ഞു, അവന്റെ ദൈവം വിശ്വസ്തനാ, അവളുടെ ദൈവം വിശ്വസ്തനാ. പക്ഷെ നിനക്കൊരു കാര്യം അറിയാ, ആ വിശ്വസ്തതയുടെ പുതപ്പിനകത്തിരിപ്പുണ്ട് നീ. തകർന്നടിഞ്ഞ വരുത്ത് അതിന്റെ അകത്തിരിപ്പുണ്ട്. ഇരിപ്പില്ല അച്ഛാ? ഉണ്ടോ? ഇരിപ്പില്ലേ നമ്മൾ അതിനകത്ത്? അതിനകത്ത് ഭയങ്കര സുരക്ഷിതത്വം, അതിനകത്ത് ഭയങ്കര സെക്യൂരിറ്റി. നിനക്ക് ആ പുതപ്പിനകത്ത് നീ പുറത്തിറങ്ങരുത്. അമ്മേ, ഹല്ലേലൂയ. നിന്റെ വീട് കാണുമ്പോൾ, നിന്റെ കാറ് കാണുമ്പോൾ, നിന്റെ എല്ലാം കാണുമ്പോൾ ലോകം പറയുന്നു അവൻ വിശ്വസ്തൻ. പക്ഷെ നിനക്കറിയാം ദൈവത്തിന് അറിയാവുന്ന കുറെ ഡേറ്റുകൾ. ജീസസ് പ്രാർത്ഥിച്ച് നിർത്തട്ടെ. കമോൺ. ഭയങ്കര ഹീലിംഗ് ഇവിടെ നടക്കുന്നു, ഇന്നർ ഹീലിംഗുകൾ ഇവിടെ നടക്കുന്നു. അബ്രഹാം ആ കാലിലോട്ടങ്ങ് വീണ് സഹിച്ച, അബ്രഹാം ആ കാലിലോട്ടങ്ങ് വീണു. സ്വത്രം. ഈ വീണ് കിടക്കുക ഒരു വിശ്വസ്തന്റെ കാലെ കിടക്കുന്ന അവിശ്വസ്തൻ. ആമേൻ. ശ്രദ്ധിച്ചേ, ഈ കിടക്കുന്നത് ആമേൻ ഇസ്ഹാക്കിന്റെ ഇസ്മായേലിന്റെ അപ്പനാണെങ്കിൽ ഈ വീഴ്ച കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് ഇസ്ഹാക്കിന്റെ അപ്പനായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഈ കിടക്കുന്നത് ആമേൻ ഇസ്ഹാക്ക് ഇസ്മായേൽ എന്ന ജാരസന്തതിയുടെ അപ്പനാണെങ്കിൽ ഈ വീഴ്ച കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് ബഹുജാതികൾക്ക് പിതാവായിരിക്കും. നിന്റെ വാഗ്ദത്തത്തെ ചലിപ്പിക്കുന്ന ദൈവകൃപ. എല്ലാ കണ്ണുകളടച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവൻ വിശ്വസ്തൻ. ഇന്ന് പകല വിശ്വസ്തതയുടെ പുതപ്പ് കൊണ്ട് അവൻ ചിലതിനെ മൂടിയിട്ടിരിക്കുകയാണ്. ആ വിശ്വസ്തതയ്ക്കകത്ത് നീ നിന്നേ. ജീസസ്. ആത്മാവ് ചിലതിനെ തൊടട്ടെ, കർത്താവ് ചിലതിനെ സ്പർശിക്കട്ടെ, കർത്താവ് ചിലതിനെ തൊടട്ടെ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നീതാ. പ്രാണപ്രിയ
വലിയ ദൈവസ്നേഹം വ്യാപരിക്കട്ടെ. ജീവൻ ഒരു ദൈവസ്നേഹത്തിന് മുമ്പിൽ നീ ഒന്ന് തോറ്റേ. സ്നേഹമേ ആ സ്നേഹത്തിന്റെ മുമ്പിൽ നീ ഒന്ന് തോറ്റു കൊടുത്തേ. നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം. കാൽവറിയിലെ സ്നേഹത്തിന്റെ മുമ്പിൽ തോറ്റൊരു തലമുറ. നീ അവിശ്വസ്തനായിരിക്കുമ്പോഴും ഓർക്കുക, നീ അവിശ്വസ്തനായിരിക്കുമ്പോഴും അവൻ നിനക്ക് നന്മകൾ തരുന്നെങ്കിൽ ഓർക്കുക, നീ ഇന്നും തോക്കാത്തോണ്ടാ അവൻ പിന്നെയും പിന്നെയും നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നേ. വീണ്ടും വീണ്ടും നിന്നെ അനുഗ്രഹിക്കുമ്പോൾ ഓർക്കുക, നീ ഇന്ന് വരെ തോറ്റിട്ടില്ല ആ സ്നേഹത്തിന് മുമ്പിൽ. നന്മകൾ വർദ്ധിക്കുമ്പോൾ ഓർക്കുക, നീ സ്നേഹത്തിന്റെ മുമ്പിൽ തോക്കും. ഞാൻ കാണുന്നു ഒത്തിരി പേരെ ആ പുതപ്പ് കൊണ്ട് അവൻ മൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കാല ജീവിതങ്ങളിലെ പരാജയങ്ങളെ ആരെയും അറിയിക്കാതെ, പഠന കാലഘട്ടങ്ങളിലെ പരാജയത്തെ ആരെയും അറിയിക്കാതെ, സ്പെസിഫൈ ചെയ്ത് പറയുന്നു, പഠന കാലഘട്ടങ്ങളിലെ പരാജയത്തെ ആരെയും അറിയിക്കാതെ, പഠന കാലഘട്ടങ്ങളിലെ പരാജയത്തെ ആരെയും അറിയിക്കാം. ഇന്ന് നീ നല്ലൊരു ഭർത്താവാ, ഇന്ന് നീ നല്ലൊരു ഭാര്യ. പക്ഷെ നിനക്കറിയത്തില്ലേ, നീയും ദൈവവും മാത്രം അറിയാവുന്ന കുറെ രഹസ്യങ്ങൾ. ചെവി പറയുന്നു, ഞാൻ മാറത്തില്ല, ഞാൻ മാറത്തില്ല. എനിക്കറിയാം നീ മനുഷ്യനാ, ഞാൻ ദൈവവും. നീ മനുഷ്യനാ, ഞാൻ ദൈവവും. യേശുവിൻ നാമം ചൊല്ലി ഈ കൂട്ടത്തെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പോ, യേശുവിൻ നാമം ചൊല്ലി ഞാൻ ഈ കൂട്ടത്തെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പരാജയങ്ങൾ പരസ്യമാക്കാത്ത ദൈവത്തിന് സ്തോത്രം. 11 കൊല്ലങ്ങളുടെ വിജയം മാത്രം പരസ്യമാക്കി 13 കൊല്ലങ്ങളുടെ തകർച്ച പരസ്യമാക്കാത്ത ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വിജയിച്ച സ്റ്റേജ് മാത്രം പരസ്യപ്പെടുത്തി ഞങ്ങളുടെ തകർന്ന സ്റ്റേജ് പരസ്യമാക്കാത്ത ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വിജയിച്ച ദിവസങ്ങൾ മാത്രം പരസ്യപ്പെടുത്തി ഞങ്ങളുടെ പരാജയപ്പെട്ട ദിവസം പരസ്യപ്പെടുത്താത്ത ദൈവത്തിന് സ്തോത്രം. യേശുവിൻ സ്നേഹത്താൽ പിടിക്കപ്പെടട്ടെ. കാൽവറിയുടെ ചോര കൊണ്ട് അവർ പിടിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ ഉയർത്തിയ പാട്ടിന്റെ വരികളൊന്നുകൂടെ പറയാം. എന്റെ സ്നേഹം നിനക്കു മാത്രം, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. ഇന്ന് പകൽ കേൾക്കപ്പെട്ടതായ ദൈവം മുമ്പാകെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവമേ, എന്റെ പരാജയങ്ങൾ മറ്റാരും കാണാതെ വണ്ണം
എന്റെ തോൽവി മറ്റാരും കാണാതെ വണ്ണം അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ വിശ്വസ്തതയും എന്നെ കവർ ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവരും എന്നെ നോക്കി പറയുന്നു, ഓ അവന്റെ ദൈവം വിശ്വസ്തനാ. ജനം കാണുന്ന മുഴുവൻ നമ്മൾ അവന്റെ വിശ്വസ്തതയാ. ദൈവത്തിന്റെ വിശ്വസ്തയാൽ നമ്മെ മൂടിയിരിക്കുന്നുകൊണ്ട് നമ്മുടെ പരാജയങ്ങളെ മറിച്ച് വിജയം മാത്രം അർഹിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത ഇന്ന് ഈ സമയത്ത് ആ ദൈവത്തിന്റെ വിശ്വസ്തത മുമ്പാകെ അബ്രഹാം സാഷ്ടാംഗം വീണതുപോലെ വീഴുവാൻ തയ്യാറായാൽ ആമേൻ, നിന്റെ ലെവൽ മാറുകയാ. നിന്റെ ലെവൽ മാറുകയാ. എന്തിനു വേണ്ടി ദൈവം വിളിച്ചുവോ അതിലേക്ക് നീ എത്തപ്പെടുന്ന അനുഭവം, ആ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുന്ന സ്രാക്കിന്റെ അപ്പർ എന്നറിയപ്പെടുന്ന ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുമോ? നീ സമർപ്പിക്കുമോ? ഇന്ന് വീഴാൻ നീ തയ്യാറാകുമോ? ആ പാതാന്തികത്ത് വീട്ടിൽ പോയാലും ആ പാത ഇവിടെ ഇരുന്നുകൊണ്ടൊന്ന് പറയാം, തിരിഞ്ഞു നോക്കാൻ നീ എല്ലാവരോടും പറയുന്നു. ജയിച്ച ഡേറ്റുകൾ തോറ്റ ഡേറ്റ് ആരോടും പറയുന്നില്ല. ദൈവം നിന്നെ ലജ്ജിപ്പിക്കാതെ അത് പരസ്യമാക്കാതെ രഹസ്യമാക്കി വെച്ച് നീ ജയിച്ച വിധങ്ങൾ മാത്രം വിളംബരം ചെയ്യുന്ന ദൈവം ഇന്ന് രാത്രി അവന്റെ പാതവഴി വീട്